അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസത്തിലെയും ഏറ്റവും ഐശ്വര്യമുള്ള സമയം ഏതാണ്? ആ സമയം മനസ്സിലാക്കി അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിമാന്മാർ. ദിവസത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള സമയം പ്രഭാത സമയമാണ്. ആ പ്രഭാതത്തെ കൃത്യമായിട്ട് നാം ഉപയോഗപ്പെടുത്തണം. ഇബാദത്തുകളെ കൊണ്ട്, ആരാധനകളെ കൊണ്ടൊക്കെ ധന്യമാക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, ദുആഇന് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണ് സുബ്ഹിയുടെ തൊട്ടു മുമ്പുള്ള സമയം. ആ സമയത്ത് ഉണർന്ന് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ പലരും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവരാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ വീട്ടിലെ മക്കൾ അവർ 15 വയസ്സുള്ളവരാകാം, 12 വയസ്സുള്ളവരാകാം, 10 വയസ്സുള്ളവരാകാം, അങ്ങനെ പല പ്രായക്കാരുള്ളവരുണ്ട്. അവരോടൊക്കെ വലിയ വാത്സല്യം കാരണം മാതാപിതാക്കൾ അവരെ വിളിച്ചുണർത്തൂല. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന പിതാവ്, അല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, ആ മകനെയോ മകളെയോ വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ വലിയ മടിയാണ്. കാരണം സ്നേഹം കൊണ്ടാണ്. എൻ്റെ മകളുടെ ഉറക്ക് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന ഒരു സ്നേഹവും പരിഗണനയുമായിരിക്കാം നമുക്ക്. പക്ഷേ അത് സ്നേഹമല്ല. കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് ശീലിപ്പിക്കണം. നാം എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽപ്പിച്ചില്ലെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ച് സുബ്ഹി ഖളാ ആകാതെയെങ്കിലും എഴുന്നേൽപ്പിക്കാൻ കഴിയണം. ആ ഐശ്വര്യമുള്ള സമയം ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല. ആ സമയത്തെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിൻ്റെ ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. സുബ്ഹി നിസ്കാരം ഖളാ ആക്കിയിട്ട് അന്നത്തെ ഏത് കാര്യത്തിന് നമ്മൾ പുറപ്പെട്ടാലും ബർക്കത്തുണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉസ്താദുമാരോട് ഇന്നത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇന്ന് നെഹസിൻ്റെ ദിവസമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രഭാതത്തെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ബർക്കത്ത് തന്നെയാണ്. ഇനി എത്ര നല്ല ദിവസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഭാതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ആ ദിവസത്തിന് വലിയ ബർക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുണ്ടാക്കുക. സുബ്ഹി നമസ്കാരത്തിന് ശേഷം അല്പമെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.